പണ്ഡിതന്മാർ, സഹോദര സഹോദരിമാർ, ഏറ്റവും ബഹുമാനമുള്ള ഒരു സദസ്സിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാന്മാരുടെ ഉറൂസ്, അതിൻ്റെ സമാപന ദിവസമാണിന്ന്. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ എല്ലാവർക്കും അറിയാം, വലിയ മഹത്തുക്കളാണ്. അമ്പിയാക്കളെ കഴിച്ചാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് അയച്ച അംബിയാ മുർസലുകൾ, ആ അംബിയാ മുർസലുടെ അവസാനത്തെ പ്രവാചകരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ജനങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളുടെ അല്ലാഹുവിൻ്റെ അടിമകളുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമിക്കപ്പെട്ട മഹത്തുക്കളാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് ഇബാദത്ത് കൊണ്ട് അടുത്തു അല്ലാഹുവിനെ ഭയപ്പെട്ടു ജീവിച്ചു. ഇന്ന ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്, അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹു പറഞ്ഞതനുസരിച്ച് എല്ലാ സമയത്തും ജനങ്ങളുടെ മുമ്പിലും ഇല്ലാത്ത സമയത്തും രാത്രിയിലും പകലിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന അല്ലാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം, യാതൊരു ഭയം അവർക്കില്ല. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്ക് പേടിയില്ല, ആരെയും അവർ പേടിക്കേണ്ടതില്ല, പേടിക്കുന്നവരല്ല. മൃഗത്തെ പേടിക്കുന്നവരല്ല, മറ്റേതെങ്കിലും ബുദ്ധിമുട്ടിനവർ ഭയപ്പെടുന്നവരല്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നവരല്ല. ആഖിറത്തിൽ അവർക്ക് യാതൊരു ദുഃഖവും ബേജാറും അവർക്കില്ല. അവർക്ക് എല്ലാ സമയത്തും അല്ലാഹു തആല സന്തോഷം നൽകുകയാണ്. കാരണമെന്ത്? പരിശുദ്ധമായ ഹദീസിലും പരിശുദ്ധമായ ഖുർആനിലും അല്ലാഹു പറഞ്ഞതാണ്, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ മഹാന്മാർ എല്ലാ സമയത്തും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായതുകൊണ്ട് മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. അല്ലാഹുവിനെ ആരാണോ ഭയപ്പെടുന്നവർ, ആ ഭയപ്പെടുന്നവരെ അല്ലാഹു എല്ലാ വസ്തുക്കളും അവരെ ഭയപ്പെടുന്നു. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർ ആരാണോ, ആ ആളെ ലോകത്തുള്ള സർവ വസ്തുക്കളും, പാമ്പാവട്ടെ, തേളാവട്ടെ, മൃഗമാവട്ടെ, സിംഹമാവട്ടെ, ഏത് വസ്തുവാണെങ്കിലും, മനുഷ്യരാവട്ടെ, ജിന്നുകളാവട്ടെ, ശൈത്താന്മാരാവട്ടെ, എല്ലാവരും അവരെ ഭയപ്പെടുന്നു. അവർ അല്ലാഹു തആലയെ ഭയപ്പെട്ട് ജീവിച്ചാൽ മതി. അല്ലാഹുവിൻ്റെ അടിമകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, മൻ ആദലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവനും അല്ലാഹുവിൽ അങ്ങോട്ട് ലയിച്ചു, അല്ലാഹുവിൽ ഇബാദത്ത് ചെയ്തു, എല്ലാ സമയത്തും അല്ലാഹുവിനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർ. ആ അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ ജീവിതത്തിൽ ഒരു തെറ്റും വിലായത്ത് ലഭിച്ചതിന് ശേഷം അവരുടെ ഭാഗത്തിൽ നിന്ന് അല്ലാഹു തആല വരാൻ സമ്മതിക്കുന്നില്ല. മുഴുവനും അല്ലാഹു തആല സംരക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഔലിയാക്കന്മാർ സവാഉം മഹ്യാഉം വമമാതുഹും, അവരുടെ ജീവിതവും മരണവും ഒരുപോലെയാണ്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ എത്രയോ കാലം മുമ്പ് ആരാണ്, എപ്പോഴാണ് ഒന്നും അറിയില്ല. എത്രയോ കാലം മുമ്പ്
അത് വലിയാണോ മഹാനാണോ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എല്ലാ കാലത്തും അതിനെ ആ മഹാനവറുകളെ ആദരിക്കുന്നവർ ഈ നാട്ടിൽ അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. അവരുടെ പേരിൽ ഉറൂസ് നടത്താനും അവരുടെ മഖാമിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനും അവരെ ബഹുമാനിക്കാനും അല്ലാഹു തആല ആളെ നിയമിച്ചിരിക്കുന്നു. അതാണ് നാം ഒക്കെ ഇവിടെ കാണുന്നത്. അവർ വലിയാണ് എന്നതിന്റെ നാം മനസ്സിലാക്കേണ്ട തെളിവ് അത് തന്നെയാണ്. അല്ലെങ്കിൽ എന്നോ അത് അല്ലാതെയായി കാണാണ്ടായി, അല്ലെങ്കിൽ ജനങ്ങൾ മറന്നു പോകുമായിരുന്നു. പക്ഷേ എത്രയോ കാലത്തിനിപ്പുറം എല്ലാവരും ആദരിച്ചും കൊണ്ട് ബഹുമാനിച്ചും കൊണ്ട് സിയാറത്ത് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ മഹാനായ വലിയ അല്ലാഹു പറയാണ്, സവാഉം മഹ്യാഉം വമമാതുഹും. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, സത്യവിശ്വാസികൾ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ, അവർക്ക് അവരുടെ ജീവിതവും മരണവും ഒരുപോലെയാണ്. ജീവിച്ചാലും മരിച്ചാലും അവർ ഒരുപോലെയാണ്. ഈ ഭൂമി ലോകത്ത് ഹയാത്ത് കാലത്ത് എന്തൊക്കെയാണോ അവർക്കുള്ളത്, എത്ര പവറാണോ എന്തൊക്കെയാണോ അവർ ചെയ്യുന്നത്, അത് മുഴുവനും മരണശേഷവും അല്ലാഹു തആല അവർക്ക് നൽകുകയാണ്. ആ ഔലിയാഇനെ ജീവിതകാലത്തും അവരുടെ മരണശേഷവും നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതാണ്. ഹയാത്ത് കാലത്ത് ഒരു മഹാന്റെ അടുത്ത്, ഹയാത്ത് കാലത്ത് ഒരു വ്യക്തിയുടെ അടുത്ത് എത്ര ബഹുമാനത്തോടെയാണോ നാം നിൽക്കുന്നത്, അതേ ബഹുമാനത്തോടെ അതേ ആദരവോടെ മരണശേഷവും നാം അവിടെ നിൽക്കേണ്ടതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സമയത്ത് ആ ഹുജ്റത്തുൻ നബി, ആ ആയിഷ ബീബിയുടെ റൂമിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ മറമാടുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ്. ആ നിലയ്ക്ക് ആ മഖ്ബറയിലേക്ക്, ആ മഖാമിലേക്ക് ആയിഷ ബീബി പോകാറുണ്ട്. ആ സമയത്ത് അല്പം തല വെളിവാവുകയോ കൈ വെളിവായുകയോ ഔറത്തിൽ നിന്ന് ഏതെങ്കിലും ഭാഗം ശരീരത്തിൽ നിന്ന് വെളിവാവുകയോ ചെയ്താൽ അത് വലിയ പ്രശ്നമാക്കാറില്ല. അത് എന്റെ ഭർത്താവാണ്, അവിടെ കിടക്കുന്നത് എന്റെ ഭർത്താവാണ്. അതാ കുറഞ്ഞ കാലം കഴിഞ്ഞതിന് ശേഷം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെയും അവിടെ തന്നെ റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത് അല്പം താഴോട്ടായി മറവ് ചെയ്തപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹു അപ്പയും പോകുന്നു ആ ഹുജ്റത്തിലേക്ക്, ആ റൂമിലേക്ക്. അപ്പയും ആയിഷ ബീബിയുടെ തലമുടി വെളിവായാലും കയ്യോ കാലോ വെളിവായാലും ആയിഷ ബീബി പറയാറുണ്ട്, ഒന്നെന്റെ ഭർത്താവാണ്, ഒന്ന് എന്റെ വാപ്പയാണ്, അത് പ്രശ്നമല്ല. അതാ മൂന്നാമതായി കുറഞ്ഞ കാലം കഴിഞ്ഞതിന് ശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ മറവ് ചെയ്തപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ അവിടെ പോകുമ്പോൾ പൂർണ്ണമായി ശരീരം മറച്ചിട്ടാണ് പോകുന്നത്. കാരണം ഉപ്പയും വാപ്പയും അല്ലാത്ത, ഭർത്താവും അല്ലാത്ത മൂന്നാമത്തൊരു അന്യപുരുഷൻ അവിടെ മറവ് ചെയ്തിട്ടുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ്. കാരണം മരണപ്പെട്ടു പോയ മഹാന്മാർ ഹയാത്തുള്ളവർ സിയാറത്ത് ചെയ്യുമ്പോൾ അവർ കാണും. ആ ബഹുമാനത്തോടെ ആയിഷ ബീബി പൂർണ്ണമായി ശരീരം മറച്ചിട്ടാണ് പോകുന്നത്. അതാണ് സവാഉം മഹ്യാഉം വമമാതുഹും. അവരുടെ ഹയാത്തും അവരുടെ മരണവും തുല്യമാണ്. അതുകൊണ്ട് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനവറുകൾ വലിയ മഹാനാണ്. അതുപോലെ എല്ലാ മഹാന്മാരും വലിയ മഹത്വക്കളായ ആൾക്കാർ. നാം സിയാറത്തൊക്കെ ചെയ്യുമ്പോൾ വലിയ ബഹുമാനത്തോടു കൂടെ നാം അവിടെ സിയാറത്ത് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നാം എല്ലാവരും ആ നിലക്കായിരിക്കണം ബഹുമാനിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ബറക്കത്ത് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു എല്ലാവിധ ആശംസകളും സംയുക്ത ജമാഅത്തിന്റെ വകയായി എല്ലാവിധ ആശംസകളും അറിയിച്ചും കൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.